ഹായ് ഓൾ, ദിസ് ഇസ് വെനസ്ഡേ മോർണിംഗ്. ഇന്ന് സ്കൂളിൽ ഓണം സെലിബ്രേഷനാണ്. കേരള സാരി ഉടുക്കാനായിട്ട് എല്ലാ ടീച്ചേഴ്സിനും മെസ്സേജൊക്കെ അയച്ചിട്ട് ഞങ്ങൾക്കൊരു അൺഒഫീഷ്യൽ ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ. അതിൽ ഞാൻ എല്ലാവരോടും കേരള സാരി ഉടുക്കാനൊക്കെ പറഞ്ഞു. പക്ഷേ ഇന്നലെ രാത്രി ഐ ഗോട്ട് മൈ പീരിയഡ്സ്. അതുകൊണ്ട് ഇനിയിപ്പോൾ അത് നടക്കത്തില്ല. ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് മെൻസ്ട്രൽ കപ്പ് ഇസ് എക്സ്ട്രീംലി കംഫർട്ടബിൾ, അങ്ങനെ വെറി ആവണ്ടാന്ന്. പക്ഷേ നമുക്കറിയാമല്ലോ, ഇത് കാണുന്ന നിങ്ങൾക്കും എനിക്കും അറിയാം, നമ്മളങ്ങനെ ഒരു വൈറ്റ് ഡ്രസ്സോ അല്ലെങ്കിൽ കേരള സാരിയോ കൊടുത്തു കഴിഞ്ഞാൽ വി വിൽ ബി വെരി കോഷ്യസ് ആയിട്ടിരിക്കണം ഒരുപാട്. അപ്പോൾ ആ ടെൻഷനൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ എൻ്റെ ഒരു ധാവണി കൊടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. നിലുവിനൊരു ചെറിയ നിർബന്ധവും കാര്യങ്ങളൊക്കെ തുടങ്ങി വരുന്നുണ്ട് കേട്ടോ. അണപ്പല്ല് വരുന്നുണ്ട്, ആ ലാസ്റ്റ് വിസ്ഡം ടൂത്തൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, വിസ്ഡം ടൂത്ത് വരുന്ന സമയത്ത് കുട്ടികൾ കൂടുതൽ നിർബന്ധം കാണിക്കും. അവർക്ക് കുറച്ചുകൂടെ എന്താ പറയുന്നത്, വാശിയും ദേഷ്യവും ഒക്കെ ആയിരിക്കും. ഒരു പനിയൊക്കെ വരും. പനി ഇതുവരെ എത്തിയിട്ടില്ല, ബാക്കി എല്ലാം എത്തിയിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോയുടെ ഓഡിയോ ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഗേറ്റിൻ്റെ പണി നടക്കുന്നുണ്ട്. പിന്നെ ഇത്തിരി കൂടുതൽ തിരയുണ്ട്. അപ്പം നല്ല വോയിസ് ഡിസ്റ്റർബൻസസ് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവും, ഡ്രില്ല് ചെയ്യുന്നതിൻ്റെയും വെൽഡ് ചെയ്യുന്നതിൻ്റെയും ഒക്കെ ആയിട്ട്. പിന്നെ വീഡിയോ ഇനിയും സ്കിപ്പ് ചെയ്യേണ്ടെന്ന് ഞാൻ ഒരു ദിവസം ഒന്ന് സ്കിപ്പ് ചെയ്തിരുന്നു, പെരുന്നാളിൻ്റെ പിറ്റേ ദിവസം. അപ്പോൾ ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് അയച്ചു, വാട്സാപ്പിലും ഇൻസ്റ്റഗ്രാമിലും എഫ് ബിയിലും ഒക്കെ, വീഡിയോ എവിടെ ചേച്ചി, എന്ത് പറ്റിയെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അത്രയും നിങ്ങൾ വെയിറ്റ് ചെയ്ത് കാണുവാണെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. പക്ഷേ ഈ മെസ്സേജൊക്കെ കഴിഞ്ഞ് ഞാൻ പോസ്റ്റ് ചെയ്ത വീഡിയോയ്ക്ക് ഇതുവരെ 1K പോലും ആയിട്ടില്ല. അത് എഴഞ്ഞെഴഞ്ഞാണ് നീങ്ങുന്നത്. ഇനി ഒരു ദിവസം വീഡിയോ ഇടാത്തതിൻ്റെ ദേഷ്യമാണോ എന്ന് എനിക്കറിയത്തില്ല. രാവിലെ അങ്ങനെ നിലു ഇപ്പോൾ കയ്യിൽ നിന്ന് മാറാതെ തന്നെ നിൽക്കുവാണ്. നിങ്ങൾ അവിടെ ഒരു പീസ് മത്തങ്ങ കാണുന്നില്ലേ, ഞാൻ ഇന്ന് മത്തങ്ങ ഇട്ടൊരു എരിശ്ശേരി വെക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. പിന്നെ ഇന്നലെ നൈറ്റ് ഞാൻ പറഞ്ഞില്ലേ, വീഡിയോ പോസ്റ്റ് ചെയ്യാറുള്ള കാരണം തന്നെ നമുക്ക് ഇതിൻ്റെ കണക്കൊക്കെ ശരിയാക്കണമല്ലോ, അവതരിപ്പിക്കണമല്ലോ കമ്മിറ്റിക്ക് മുമ്പിലും അച്ഛൻ്റെ മുമ്പിലും ഒക്കെ. അപ്പോൾ ഇതൊക്കെ അവിടെ ഇവിടെ ഓരോ പേജസിലും ബില്ലിൻ്റെ പുറകിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ എഴുതി സൂക്ഷിച്ച് വെക്കുക ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനും മിനി ആൻറ്റിയും ബാക്കി എല്ലാവരും കൂടി ഇരുന്നിട്ട് അതൊക്കെ ഒന്ന് ടാലി ചെയ്ത് എടുക്കുമായിരുന്നു ഇന്നലെ മുഴുവൻ. അത് തീർന്നപ്പോൾ തന്നെ ഏകദേശം ഒരു 7-7:30 മണിയായി. പിന്നെ ഇതിന് ഓഡിയോ ആഡ് ചെയ്ത് പോസ്റ്റ് ചെയ്താൽ എന്തായാലും ഇത് 10, 10:30, 11 മണിയാവും. ആ ടൈം ആകുമ്പോൾ നിങ്ങളിൽ പലരും ഉറക്കമായിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പിന്നെ വീഡിയോ അടുത്ത ദിവസം പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് രാത്രി ഒരുപാട് ലേറ്റായിരുന്നു. പിന്നെ എനിക്ക് ഒന്നും ഉണ്ടാക്കാനും തോന്നിയില്ല. അങ്ങനെ ഇന്നലെ രാത്രി ഞങ്ങൾ കുഴിമന്തി മേടിച്ചു. ആ കുഴിമന്തിയുടെ റൈസ് കുറച്ച് ബാക്കിയിരിപ്പുണ്ട്. കുഴിമന്തി എത്രയും പെട്ടെന്ന് തിന്ന് തീർക്കുന്നതാണ് ആരോഗ്യത്തിന് നല്ലതെന്നാണല്ലോ. അതുകൊണ്ട് ഇന്ന് രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ചെയ്യുന്നില്ല. കുഴിമന്തിയുടെ റൈസും 3 ബുൾസയും കൂടെ ആക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തങ്ങ് എടുക്കാൻ പോവാണ്. കുറച്ച് അയില ഫ്രിഡ്ജിലിരുന്നത് അമ്മ അരപ്പ് പുരട്ടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ എണീറ്റപ്പോൾ തന്നെ. അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലഞ്ചിൻ്റെ മെനു ചോറ്, എരിശ്ശേരി, അയല പൊരിച്ചത്, പിന്നെ കുറച്ച് കൊഞ്ചുള്ളി മുളക് ഇട്ടതും ഇഞ്ചിക്കറിയും ഒക്കെ ഫ്രിഡ്ജിലിരിപ്പുണ്ടല്ലോ. ഇഞ്ചിക്കറി ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എടുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ഓണത്തിന് എടുക്കാം, അന്നേരം ഉണ്ടാക്കണ്ടല്ലോ. കുറച്ച് അതിനിടയ്ക്ക് ഇതുപോലെ സാമ്പാറും തീയലും അവിയലും ഒക്കെ വെക്കുന്ന ദിവസം കഴിക്കാനായിട്ട്. ചെറുപയർ ഞാൻ ഉപ്പും വെള്ളവും ഒക്കെ ചേർത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു ഹൈ ഫ്ലെയിമിൽ 3 വിസിലും ലോ ഫ്ലെയിമിൽ ഒരു 2 വിസിലും വേണം. നമ്മൾ വെള്ളത്തിലൊന്നും ഇട്ട് വെക്കാതിരുന്നത് കൊണ്ട് തന്നെ. പിന്നെ എരിശ്ശേരിക്കാവുമ്പോൾ ഇതൊക്കെ കലങ്ങി കിടക്കണമല്ലോ പയർ. പിന്നെ എരിശ്ശേരിയിലേക്ക് ഇടാനായിട്ട് മത്തങ്ങ ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് വീണ്ടും കുറച്ച് ചെറുതായതുപോലെ. അങ്ങനെ പിന്നെ ഫ്രിഡ്ജിലിരുന്ന് അവിടെ ഇവിടെയൊക്കെ കിടന്ന 2-3 ക്യാരറ്റ് തപ്പിപ്പിടിച്ച് അതും അരിഞ്ഞെടുക്കുന്നുണ്ട്. മത്തങ്ങയും ക്യാരറ്റും എല്ലാം കൂടി ചേർത്തിട്ടാണ് ഇന്ന് എരിശ്ശേരി വെക്കുന്നത്. മത്തങ്ങ അരിഞ്ഞു, ക്യാരറ്റ് അരിഞ്ഞു, 2 പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട്, പിന്നെ കുറച്ച് ചെറിയുള്ളിയും കൊണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ പതിവിലും കൂടുതൽ ഇത്തിരി ഒച്ചയെടുത്ത് സംസാരിക്കുന്നത് ആ ഡ്രില്ലിങ്ങിൻ്റെയും വെൽഡിങ്ങിൻ്റെയും ഒക്കെ സൗണ്ടിൻ്റെ ഡിസ്റ്റർബൻസസ് വരാതിരിക്കാനാണ് കേട്ടോ. അതാണെങ്കിൽ ഒത്തിരി ദിവസം ആയില്ല ഗേറ്റ് അങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്. പെരുന്നാൾ ഫുള്ള് അതിങ്ങനെ തുണിയും ചുറ്റി കിടക്കുകയായിരുന്നു. ഇന്നാണ് അതൊന്ന് ശരിയായി വരുന്നത്. അപ്പോൾ പയർ വെന്തതിലേക്ക് നമ്മളിപ്പോൾ അരിഞ്ഞ് വെച്ച കൂട്ടിട്ട് കൊടുത്ത് ഇനി ഇതൊരു ഹൈ ഫ്ലെയിമിൽ ഒരു 2 വിസിൽ, മീഡിയം ടു ഹൈ ഫ്ലെയിമിലാണെങ്കിൽ ഒരു വിസിലൊക്കെ മതിയാവും. അതൊന്ന് വെന്ത് വരണം. പിന്നെ ചൂടാക്കാനായിട്ട് ഞാൻ പറഞ്ഞില്ലേ, അവൻ ശരിയാക്കാനായിട്ട് ആൾ വന്നെങ്കിലും അതിൻ്റെ പാർട്സ് പുള്ളിയുടെ കയ്യിലില്ലായിരുന്നു. പാർട്സ് കമ്പനിയിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടാനായിട്ട് 2 ഡേയ്സ് എടുക്കും. അപ്പോൾ 2 ഡേയ്സിനുള്ളിൽ അവൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. പിന്നെ ഞാനത് ഇവിടെ നിന്ന് എടുത്ത് മാറ്റി വെച്ചതിൻ്റെ കാരണം, പുള്ളിക്കാരനെ നമ്മൾ ഈ സ്ലാബിൽ ഒട്ടിച്ചിരിക്കുന്നത് ഷീറ്റാണല്ലോ, ആമസോണിൽ നിന്ന് മേടിച്ച വൈറ്റ് ഷീറ്റാണ് ഒട്ടിച്ചിരിക്കുന്നത്. അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും പുള്ളി നീക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് കീറുന്നുണ്ടായിരുന്നു, കീറി ഒരവൊക്കെ വന്നു. പിന്നെ ഇവിടെ ഇരുന്ന ബാക്കി ഒരു ചെറിയ കഷ്ണമൊക്കെ വെച്ച് ഞാൻ അവിടെ ഇവിടേക്ക് ഇപ്പോൾ ഓട്ട അടച്ച് വെച്ചിരിക്കുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആലനെ കൊണ്ട് അവനെടുത്ത് ഡൈനിങ് ടേബിളിലോട്ട് വെപ്പിച്ചു.
അപ്പോൾ അവിടെ ആകുമ്പോൾ പുള്ളിക്ക് അത് ഇഷ്ടത്തിനനുസരിച്ച് നല്ലപോലെ നീക്കാം, കുറച്ചുകൂടെ സ്പേഷ്യസ് ആയിട്ട് കിട്ടുമല്ലോ. ഡൈനിങ് ടേബിളിൽ ഇരുന്ന ബാക്കി സാധനങ്ങളൊക്കെ ഞാൻ ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ കൗണ്ടർ ടോപ്പ് ഞാൻ വൃത്തിയാക്കി സ്പേഷ്യസ് ആക്കി കൊടുത്തെങ്കിലും ഈ ഷീറ്റ് കീറുന്ന പ്രശ്നം കൊണ്ടിട്ട് ഞാൻ പിന്നെ വിചാരിച്ചു ഇനി റിസ്ക് എടുക്കണ്ട, പിന്നെ ഈ ഷീറ്റ് മൊത്തം ഞാൻ മാറ്റേണ്ടി വരും. അതുകൊണ്ട് അതങ്ങ് അപ്പുറത്തേക്കാക്കി. ഇനിയിപ്പോൾ അവനില്ലാത്തതുകൊണ്ട് ഇത് ഇഡ്ഡലിത്തട്ടിൽ വെച്ചിട്ട് നമുക്ക് കുഴിമന്തിയുടെ റൈസ് ചൂടാക്കാൻ പറ്റും. ചിക്കനൊന്നും ഇല്ല കേട്ടോ, മയണൈസും ഇല്ല, റൈസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ കുഴിമന്തിയുടെ റൈസ് കുക്കുനെ കൊണ്ട് ഇഡ്ഡലിത്തട്ട് എടുപ്പിച്ചിട്ട് അതിലേക്ക് തട്ടിയിട്ട് എരിശ്ശേരിയും റൈസും പൊരിച്ചമീനും ആണല്ലോ ഇപ്പോൾ ഗ്യാസിലിരിക്കുന്ന ഐറ്റംസ്. ഇവരിൽ ആരെങ്കിലും ഒരാളെ മാറ്റിയിട്ട് വേണം ഇനി അതിങ്ങോട്ടേക്ക് കയറ്റാനായിട്ട്. കറക്റ്റ് സമയത്ത് റൈസ് വിസിലടിച്ചു. അതങ്ങനെ കൈകൊണ്ട് എടുക്കുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ. ഞാൻ എൻ്റെ അഹങ്കാരം കൊണ്ടാണ് അതങ്ങനെ വലിച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു വിസിലും കൂടെ ഒക്കെ അടിക്കും, മുഖത്തും കയ്യിലോട്ടും ഒക്കെ ആവി വീഴാൻ സാധ്യതയുണ്ട്. ഇത് അങ്ങനെ ചെയ്യാൻ നിൽക്കണ്ട കേട്ടോ. കുറച്ച് നേരത്തേക്കിന് തൊട്ടടുത്ത് എങ്ങോട്ടെങ്കിലും കുക്കർ മാറ്റി വെച്ചിട്ട് പതുക്കെ എയറൊക്കെ പോയിട്ട് എടുത്താൽ മതി. ഇത് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ കുഴിമന്തിയുടെ കൂടെ കഴിക്കാനായിട്ട് നോൺ വെജ് ഒന്നുമില്ല, മയണൈസും ഇല്ല. അപ്പോൾ പിന്നെ 3 ബുൾസൈ ഉണ്ടാക്കി ഓരോ പച്ചമുളകും കൂടെ ആണെങ്കിൽ എനിക്ക് വേലനും ഓക്കെയാണ്, കുക്കു സാറിനും ഓക്കെയാണ്. കുഴിമന്തിയുടെ റൈസ് ഈ ചിക്കൻ്റെ കൂടെ തന്നെ വേവുന്നത് കൊണ്ട് ഒരു പ്രത്യേക സ്വാദുണ്ടല്ലോ. അതിൽ കിടക്കുന്ന പൂവും തരിയൊക്കെ എടുത്ത് മാറ്റാനായിട്ടാണ് അവൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞു ഇതൊക്കെയാണ് സ്പൈസസ്, ഇത് പിന്നെ ഇവിടുന്ന് സ്പൈസസ് കട്ടുകൊണ്ട് പോയ കഥകളും അതൊക്കെ പറഞ്ഞു വന്ന് ഞങ്ങളിന്ന് മൊത്തത്തിൽ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. രാവിലെ എണീക്കുന്നത് തൊട്ട് ബാക്കി ഇങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളും ലേറ്റായിട്ടാണ് നടക്കുന്നത്. കാരണം ഉറക്കം അങ്ങോട്ട് ശരിയായി വന്നിട്ടില്ല. പെരുന്നാളിൻ്റെ തലേന്നൊക്കെ പോയ ഉറക്കം ഇതുവരെ ടാലിയായി കിട്ടിയിട്ടില്ല. എരിശ്ശേരിയുടെ അരപ്പിലേക്ക് അമ്മ കുറച്ച് തേങ്ങ തിരുകി തന്നിട്ടുണ്ട്. തേങ്ങ, ഇത്തിരി ജീരകം, ഒരല്ലി വെളുത്തുള്ളി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഇതെല്ലാം ലേശം വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വേണം നമ്മുടെ വെന്ത പയർ, മത്തങ്ങ, ക്യാരറ്റ് ആ ഒരു കൂട്ടിലേക്ക് ഇതൊഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി ഇത് ഒരുപാട് കിടന്ന് തിളയ്ക്കരുത്. തിളച്ച് കഴിഞ്ഞാൽ പീരയും വെള്ളവും ഇങ്ങനെ വേർതിരിഞ്ഞ് മാറും. അപ്പോൾ ഒന്ന് ലേശം നല്ലപോലെ ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും നമുക്കിത് താളിച്ചിടാം. മന്തിയുടെ കൂടെ കഴിക്കാൻ മയണൈസ് വേണം എന്നൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് ആഗ്രഹം ഉണ്ടെങ്കിലും ഇനി മയണൈസ് ചെയ്യാനുള്ള സമയവും ഇല്ല, അതിനുള്ള ക്ഷമയും എനിക്കില്ല. വിശപ്പും ഉണ്ട്. പിന്നെ ഈ ധാവണി ചുറ്റലും ഒരു ചടങ്ങ് തന്നെയാണ്, എടുത്ത് തേച്ചൊക്കെ എടുക്കണം, അറിയാമല്ലോ. അപ്പോൾ മൊത്തത്തിൽ ഇന്ന് ലേറ്റ് ആകും എന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു. എങ്ങനെയൊക്കെ പോയാലും ഇന്ന് ഞങ്ങൾ ഇറങ്ങാനായിട്ട് ഒരു 9:30 ആവും. അത് ഞാൻ വിചാരിച്ച പോലെ തന്നെ 9:30 ആയി ഞങ്ങൾ ഇറങ്ങിയപ്പോഴേക്ക്. ഇതിൻ്റെ ഒക്കെ ഇടയിൽ നിലു വന്ന് ബഹളം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു കുറച്ച് നേരം. പിന്നെ അവനെ എടുക്കണം, അങ്ങനെ ഒരുപാട് സമയം അവൻ്റെ കാര്യത്തിന് വേണ്ടി തന്നെ പോയി. പിന്നെ എനിക്ക് മനസ്സിലാവും, അല്ല നമുക്കെല്ലാവർക്കും മനസ്സിലാവുമല്ലോ ഈ ഒരു വിസ്ഡം ടൂത്ത് പൊട്ടി വരുന്നതിൻ്റെ ഒരു പെയിനും അവിടെ വരുന്ന ഡിസ്റ്റർബൻസസും ഒക്കെ. ഇനി നമുക്ക് എരിശ്ശേരി താളിച്ചിടാം. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, കമൻസ് ഞാൻ ഓഫ് ചെയ്യുന്നതല്ല. അപ്പോൾ കമൻസ് ആർ ടേൺഡ് ഓഫ് എന്ന് കാണിച്ചിട്ട് അവിടെ ലേൺ മോർ എന്ന ഓപ്ഷനിൽ ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ കാണുന്നത് ഇറ്റ് ഈസ് എയ്തർ ടു പ്രൊട്ടക്റ്റ് മൈനേഴ്സ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒഫൻസീവ് കമൻറ്റ് വന്നിട്ടാവണം, അങ്ങനെയൊക്കെയാണ് കാണുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്നലത്തെ വീഡിയോയുടെ സ്റ്റാർട്ടിങ് തൊട്ട് വലിയ റെസിപ്പീസ് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ എപ്പോഴും നിലുവിനെ തന്നെയായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ പിന്നെ അതുകൊണ്ടായിരിക്കണം കമൻസ് ഞാൻ ഓൺ ചെയ്താലും കുറച്ച് കഴിഞ്ഞ് ഞാൻ ചെന്ന് നോക്കുമ്പോഴത്തേക്ക് കമൻസ് ആ ടേൺഡ് ഓഫ് എന്ന് കാണിക്കുന്നത്. പിന്നെ എനിക്കൊരു ഓപ്ഷൻ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത്, ഞാൻ റെസ്ട്രിക്റ്റ് കമൻസിൽ മോഡറേറ്റ് റെസ്ട്രിക്ഷൻസ് ഓൺ ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ എല്ലാ റെസ്ട്രിക്ഷൻസും ആ വീഡിയോയ്ക്ക് എടുത്ത് മാറ്റിയതിന് ശേഷമാണ് കമൻസ് ഓൺ ആയത്. പക്ഷേ കമൻറ്റ് മെനക്കെട്ട് പോയി ഓൺ ചെയ്തൊക്കെ നോക്കിയിട്ട് വലിയ കമൻസൊന്നും അതിന് വന്നിട്ടുമില്ല. ഇപ്പോൾ കമൻസൊന്നും അധികം വരുന്നുമില്ല, എന്താണാവോ. കാണുന്നുണ്ട്, വ്യൂസൊക്കെ കിട്ടുന്നുണ്ട്, പക്ഷേ കമൻറ്റ് ആരും ചെയ്യാറില്ല. വായിക്കാനായിട്ട് വലിയ ഉത്സാഹത്തോടെ ചെന്ന് നോക്കി അവിടെ ഒന്നും കാണത്തില്ല. ഇത് കുക്കു സാർ ഈ ഒരു അടി തിരിച്ചടിക്കുന്നത് ഞാൻ ഇപ്പോഴാണ് കേട്ടോ കാണുന്നത്. ഞാൻ നിലുവിനെ വഴക്ക് പറഞ്ഞിരുന്നു. ഞാൻ കുക്കുവിന് വാരിക്കൊടുക്കുന്നതിൻ്റെ ഏനക്കേട് മാത്രമേ ഉള്ളൂ, വിശപ്പൊന്നുമില്ല. രാവിലെ എണീറ്റ് പാലും പിന്നെ റവ കാച്ചിയതുമൊക്കെ അമ്മ കൊടുത്തിരുന്നു. കുക്കുവിനെ വാരി കൊടുക്കുന്നതും കുക്കുവിനെ പേഞ്ചിക്ക് കൊടുക്കുന്നതും കുക്കുവിനെ മടി കിടത്തുന്നതും ഒക്കെ അവന് വലിയ ഇഷ്യൂസാണ്. ഇപ്പം പിന്നെ അല്ലെങ്കിലും ഈ സമയമില്ലാത്ത സമയത്ത് പിള്ളേർക്ക് ഇത്തിരി വാശി കൂടുതലായിരിക്കുമല്ലോ. കുക്കു ആണെങ്കിൽ കൊടുത്ത സാധനം ചൂടാണെന്നും പറഞ്ഞിട്ട് ഒരു 10-15 മിനിറ്റ് ഓരോ പിടിയും വായി വെച്ചിട്ടിരിപ്പുണ്ടായിരുന്നു. ലേശം ചൂടുണ്ട്, എന്നാലും എൻ്റെ കൈ കൊണ്ട് പിടിച്ചല്ലേ കൊടുക്കുന്നത്, അപ്പോൾ എനിക്കറിയാമല്ലോ എത്ര ചൂടാണെന്ന്. ഇന്ന് നല്ലപോലൊക്കെ ഒരുങ്ങി സ്കൂളിൽ പോകണം എന്നൊക്കെ ഞാൻ വിചാരിച്ചതാണ്, പക്ഷെ ഒന്നും നടന്നില്ല. ഇതൊരു 3-4 മിനിറ്റിനുള്ളിലുള്ളൊരു കെട്ടടി വിത്മിയാണ്. എൻ്റെ മുടിയിലൊക്കെ മുട്ടയൊക്കെ ഇരിപ്പുണ്ടെങ്കിലും എടുത്തിട്ട് കൈ വെച്ചൊക്കെ മുടിയിൽ പിടിച്ചതിൻ്റെ. പിന്നെ എൻ്റെ പുരുകത്തുള്ള ഒരു വെട്ട് അത് ഞാൻ തന്നെ ഇടുന്നതാണ് കേട്ടോ. ഞാൻ ബ്ലേഡ് വെച്ച് അവിടെ നിന്ന് കുറച്ച് എടുത്ത് കളയുന്നതാണ്, എനിക്ക് ഇഷ്ടമാണ് അങ്ങനെ. പണ്ട് ഞാനൊരു 8ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്കൊരു ബുക്കുണ്ടായിരുന്നു. ആ ബുക്കിൽ
എനിക്ക് കല്യാണം കഴിക്കാൻ പോകുന്ന ആളിനെക്കുറിച്ച് അല്ലെങ്കിൽ എനിക്ക് ഭാവിയിൽ വരുന്ന ലവറെക്കുറിച്ച് ഞാനൊരു 36 കണ്ടീഷൻസ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാടൊക്കെ ഞാൻ മറന്നുപോയി. മുഖത്ത് മുഖക്കുരു ഉണ്ടായിരിക്കണം, പിന്നെ നെറ്റിയിലൊരു മുറിപ്പാടുണ്ടായിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഒരു വീക്ക്നെസ്സാണ്. മാരേജ് കഴിഞ്ഞപ്പോഴത്തേക്ക് അലൻ്റെ പുരുകത്ത് ഇങ്ങനെ ഒരു കട്ടില്ല, പക്ഷേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ബ്ലേഡ് വെച്ച് അവിടെ നിന്നും കുറച്ച് എടുത്ത് കളയും. എനിക്കത് അങ്ങനെ കാണാനാണ് ഇഷ്ടം. അപ്പോൾ എൻ്റെ പുരുകത്തിലും എപ്പോഴും എല്ലാവരും വിചാരിക്കും ഞാൻ ബ്ലേഡ് കൊണ്ട് ചെയ്യുന്നു, ത്രെഡ് ചെയ്യുന്നു എന്നാണല്ലോ പറയുന്നത്. ത്രെഡ് ചെയ്തപ്പോൾ പോയല്ലേ അങ്ങനെയാണ് എല്ലാവരും ചോദിക്കുന്നത്. പക്ഷേ അത് ത്രെഡ് ചെയ്യുമ്പോൾ പോകുന്നതല്ല, ഞാൻ പേർപ്പസ്ഫുള്ളി ചെയ്ത് വെക്കുന്നതാണ്. അതിൻ്റെ നമ്മൾ ഐബ്രോ ഫില്ല് ചെയ്യുമ്പോൾ അവിടെ ഇത്തിരി ആവുന്നത് ഞാനൊരു തുണി വെച്ച് അങ്ങ് തുടച്ച് കളയും കേട്ടോ. പിന്നെ കാജലൊക്കെ ഇന്ന് മേളിലൊന്നും ഇടാൻ പറ്റിയില്ല. കണ്ണടച്ചിട്ട് അങ്ങോട്ട് സ്മഡ്ജ് ചെയ്തങ്ങ് ഇട്ട് കൊടുത്തു, ഒരു സ്മോക്കി ആയി എഫക്റ്റൊക്കെ ഉണ്ടാവാനായിട്ട്. പിന്നെ ഈ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് അദീന എന്നാണ് കേട്ടോ. കമ്പനിയുടെ നെയിം ഞാൻ മറന്നുപോയി. എന്തായാലും പേര് അദീന എന്നാണ്. സെർച്ച് ചെയ്താൽ ചിലപ്പോൾ കാണാൻ പറ്റുമായിരിക്കും. പിന്നെ ഒരു ബ്ലാക്ക് പൊട്ടും കൂടെ വെച്ച് കൊടുത്തു. കമ്മൽ ഞാൻ 2 എണ്ണമൊക്കെ ഇട്ടിട്ട് പോയി. പക്ഷേ തിരിച്ച് വന്നപ്പോൾ എൻ്റെ കാതിൽ ഒരു കമ്മലേ ഉണ്ടായിരുന്നുള്ളൂ. ഒരെണ്ണം എവിടെയോ മിസ്സായി. മുടിയുടെ ഇടയിൽ ഉടക്കുകയോ. പിള്ളേരൊക്കെ ഇന്ന് ഭയങ്കര ഡാൻസ് ആയിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ആരുടെയെങ്കിലും കൈയൊക്കെ തട്ടിക്കാണമെന്ന് വിചാരിക്കുന്നു. മുഖത്ത് ഇന്നിപ്പോൾ സൺസ്ക്രീൻ മാത്രമേ ഇട്ടിട്ടുള്ളൂ, വേറൊന്നും ഇടാനുള്ള സമയം കിട്ടിയില്ല. പിന്നെ ഓടിപ്പോയി എൻ്റെ ഷോളും ബ്ലൗസും ഒക്കെ അമ്മ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ എടുത്തിട്ടു. പക്ഷേ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഞാൻ ഇത്തിരി വണ്ണം വെച്ചു. അതുകൊണ്ട് നാളെ തൊട്ട് നമ്മുടെ ഡീറ്റോക്സ് ഡ്രിങ്ക് ഞാൻ വീണ്ടും തുടങ്ങാൻ പോവുകയാണ്. ഈ വീഡിയോയിൽ എൻ്റെ കൈക്കൊക്കെ നല്ല വണ്ണം പോലെ, അതോ ഇനി ഈ ബ്ലൗസിൻ്റെതാണോ എന്നറിയത്തില്ല. ഇന്നലെ വരെ എനിക്കങ്ങനെ തോന്നിയിരുന്നില്ല. വയനാട് ഇഷ്യൂവിൻ്റെ ബേസിസിൽ പല സ്കൂൾസും ഓണം സെലിബ്രേഷൻ മാറ്റിവെച്ചതുപോലെ ഞങ്ങൾ മാറ്റിവെച്ചതാണ്. പക്ഷേ ലാസ്റ്റ് ഡേ തൊട്ട് മുൻപത്തെ ദിവസം ഇവരെല്ലാവരും വന്നിട്ട് കളർ ഇട്ടോട്ടെ മിസ്സേ എന്നൊക്കെ ചോദിച്ച്, അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് പാട്ടൊക്കെ ഇട്ട് ഞങ്ങളൊന്ന് ചെറിയ രീതിയിൽ കളറാക്കി ഓരോ ലഡുവൊക്കെ കൊടുത്ത് വീട്ടിൽ വിട്ടു എല്ലാവരെയും.